ഇതിൽ ആദ്യമേ പറയാനുള്ളത്, ഞങ്ങളുടെ സിനിമ ചെയ്ത ഒരു നിർമ്മാതാവ്, അതായത് ഞങ്ങളുടെ സിനിമ എന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ സിനിമയും വിഷ്ണുവിന്റെ സിനിമയും ഞാൻ എഴുതിയ സിനിമ, ഞങ്ങളുടെ ലാസ്റ്റ് സുമതിയോട് നിർമ്മിച്ച നിർമ്മാതാവിന്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തുകയും, അത് നിങ്ങൾ പറയുന്ന പോലെ 3 ദിവസം മുന്നേ വന്നൊരു വീഡിയോ അല്ല, അദ്ദേഹം പറയുന്നുണ്ട് 2 ആഴ്ച മുന്നേ വന്ന ആ വീഡിയോ, രാത്രിയിൽ ആ വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അബദ്ധത്തിൽ പോസ്റ്റ് ആവുകയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ത്രെഡിൽ പിന്നീട് കിടക്കുകയും ആരോ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ദിവസങ്ങളിൽ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ വന്നിരുന്നു. ഈ വീഡിയോ വന്നതിന്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അദ്ദേഹം തന്നെ ഇത് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം മുന്നേ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും അത് പിന്നീട് കേരളം എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാളം വായിക്കാൻ അറിയാവുന്ന ലോകം മുഴുവനുള്ള ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഇന്ന് ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വാർത്തയായി വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇദ്ദേഹത്തിന്റെ പേരുണ്ട്, ഇദ്ദേഹത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ല ഈ വാർത്തകളൊന്നും പുറത്തു വന്നിരിക്കുന്നത്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ PR ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ PR ചെയ്യുന്ന ടീമുകൾ ചോദിക്കുന്ന പൈസ തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര നമ്പേഴ്സ് ഓഫ് കാർഡുകൾ പോലും ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രൊമോഷൻ തരുന്നത്. അതേ PR ടീം കഴിഞ്ഞ 2 ദിവസമായിട്ട് എടുക്കുന്ന നല്ല ജോലി സോഷ്യൽ മീഡിയ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാൻ കണ്ടു, മാളിയപ്പുറം ഉണ്ണിമോഹനാണ് സംവിധാനം ചെയ്തത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമോഹന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങളൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുന്നേ ഈ വിഷയം, മുരളിച്ചേട്ടന്റെ വിഷയം, ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു, അദ്ദേഹം ഒരു കണക്ക് പറയുന്നു, അദ്ദേഹം 22 കോടി രൂപയോളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് അല്ല സിനിമാ വ്യവസായം എന്ന് പറഞ്ഞാൽ. അതിൽ വർക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ID എന്നുള്ള ആളുകളുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നൊരു ഓഡിറ്ററുണ്ട്. അപ്പോൾ ഒരു സിനിമ 22 കോടിയായി എന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി 22 കോടി രൂപ പോയി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്തൊരു സിനിമയ്ക്ക് 22 കോടിയായി എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ബഡ്ജറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങളുണ്ട്. ഈ സിനിമ എങ്ങനെ സംഭവിച്ചു എന്നത് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മാളിയപ്പുറം എന്നൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടതാണ്. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ ബിസിനസ് വാല്യൂ കണ്ടിട്ടാണ് ഈ നിർമ്മാതാവ് ഞങ്ങളിലേക്ക് എത്തുന്നത്. അത് എത്തുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ സിനിമയായ നദികളിൽ സുന്ദരി യമുനയുടെ പ്രിവ്യൂ ഷോ കൊച്ചിയിൽ നടക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഞങ്ങൾ അത് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും വിഷ്ണു പടം കാണാൻ പോയി. പടം കണ്ട് ഇറങ്ങി വന്ന് ചേട്ടാ പടം നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മലയാളം അല്ലാതെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രൈ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇവിടെ ഒരു സിനിമയും കൂടെ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ പടം ചെയ്യാം. അന്ന് മുരളിച്ചേട്ടനെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണ, വെള്ളം എന്നൊരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, സക്സസ് ആയ ഒരു ബിസിനസ്മാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു പ്രൊഡ്യൂസർ നമ്മൾ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം ചേട്ടാ, ഞാൻ വിജീഷിനെ വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുന്നത്, ചേട്ടാ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങളൊരു കഥ പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കഥ സുമതിയുള്ളതിന്റെ കഥയല്ല, ഞങ്ങൾ പറഞ്ഞ ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളിയപ്പുറത്തിലെ 2 കുട്ടികളെയും ദേവനന്ദയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. ആ കഥ കേട്ടു അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. ബാക്കി എല്ലാ ആളുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. മൂകാംബികയിൽ പോയി ആ സ്ക്രിപ്റ്റ് പൂജിച്ചതിന്റെ പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും എന്റെ ഫേസ്ബുക്കിലും വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലുമാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു. ആ സമയത്ത് സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ഫോർമുലാസ് ഒന്ന് മാറി തുടങ്ങിയ സമയമായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു, ഒരു ത്രില്ലർ മോഡലുള്ള സിനിമയായിരുന്നു. അപ്പൊ അതാണോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഫണ്ടില്ല. ഇദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും അന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ സഞ്ജയ് പടിയൂരിനെയും കൊണ്ട്
ദുബായിൽ പോവുകയും വിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് പുള്ളിയുടെ ഒരു ബിസിനസ് ഒരു പേയ്മെന്റ് വരാനുണ്ട്, അത് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നും വരാനുള്ള പേയ്മെന്റ് ആണ്, അത് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആവശ്യമില്ല, വളരെ ജെനുവിനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആ പടത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടിരുത്തി ഇവർ മാളികപ്പുറത്തിന്റെ ക്രിയേറ്റീവ് പീപ്പിൾ ആണെന്ന് പറയുകയും അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ സിനിമ അല്ല ചെയ്യേണ്ടത് എന്നൊരു തോന്നലിലേക്കാണ് ഞങ്ങൾ തന്നെ. ആ സമയത്താണ് ഒരു ദിവസം ഈ മുരളിച്ചേട്ടനോട് ഞാനാണ് പറയുന്നത്, മുരളിച്ചേട്ടാ 2019 ഞങ്ങള് ചെയ്യാവുന്ന സിനിമയുണ്ട് മാളികപ്പുറത്തിന് മുന്നേ, സുമതി വളർ എന്നൊരു സിനിമ, അതൊരു യഥാർത്ഥ സ്ഥലത്തെ ബേസ് ചെയ്യുന്ന ഒരു ഹൊറർ സിനിമയാണ്. 2019 ആ സിനിമ അർജുൻ കേട്ടിരുന്നു. പക്ഷെ ആ 2019 അർജുനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാണ്, അന്നൊരു ബിസിനസ് വാല്യൂ ഒന്നും അർജുൻ അത്ര ഇല്ല, അതൊരു വലിയ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന സിനിമ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു 3.5-4 കോടി ഉണ്ട്, ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും ആ സിനിമ അന്ന് സ്ക്രിപ്റ്റ് ഫൈനലല്ല, ചേട്ടാ എന്തായാലും ആ സിനിമ 10 കോടിക്ക് എന്തെങ്കിലും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ സുമതിയോടത് ചെയ്യാം എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, ഒരു ലോഞ്ച്. നിങ്ങൾ ആൾക്ക് എല്ലാവരും വന്ന് ലോഞ്ച് ചെയ്ത് IMA ഹാളിൽ. ആ ലോഞ്ച് അന്ന് വെച്ചത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികം ആവുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റിലൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത്, എന്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയാണ് എന്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ, പക്ഷെ പേടിക്കണ്ട എന്റെ പൈസ വരും എന്ന് പറയുമ്പോൾ ഈ സിനിമ നടക്കാതിരുന്നാൽ അത് മാളികപ്പുറം ടീമിന്റെ ഒരു സിനിമ ഡ്രോപ്പ് ആവുന്ന അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വേറെ പറയാണ്ട് ഇദ്ദേഹത്തോട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനോട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പടം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ പോലും കുഴപ്പമില്ല, മുള്ളിച്ചനോട് പടം ചെയ്യാം, കാരണം അദ്ദേഹം അത്ര ഡീസന്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധമാണ്, ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ആളായിരുന്നു. അപ്പൊ ഈ ഇതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം അത്യാവശ്യം സിനിമയായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പൊ മനോജ് ചേട്ടനോട് സംസാരിച്ചു. മനോജ് ചേട്ടനാണ് ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡക്ഷനിൽ ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം, അവരെ കൂടെ കോർപ്പറേഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവര് ഈ സിനിമ ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണ് അന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഈ 6 കോടി രൂപയും വേണ്ടി വരില്ല, എന്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവർ അത്രയും ഓക്കെയാണ്. അവർ മാളികപ്പുറം ടീമിനോടും ഇതിന്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിൽ എത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് ചോദിച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോർപ്പറേഷന്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിന്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റിയപ്പോൾ അവർ ആദ്യം നോ പറഞ്ഞു. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവര് സംസാരിച്ചിട്ട് അവരതിന് ബില്ലിംഗ് ആവുകയും 2 കോടി അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണു സുഹൃത്തുക്കളാണ് സംസാരിക്കുന്നത്. 2 കോടി ആദ്യം അവര് ഞങ്ങളോട് 2 കോടിക്ക് ഞങ്ങൾ ഈ പടം എടുക്കാമെന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ് സ്റ്റുഡിയോസിന്റെ 2 കോടിയും വന്നതിന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മാളികപ്പുറത്തെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ആ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട്
ഈ പടത്തിൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സ് ചെയ്യുന്ന ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. ആ സിനിമയുടെ പൂജ പാലക്കാട് നടന്നപ്പോൾ നിങ്ങൾ പല മീഡിയാസും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ വീഡിയോയിലും അതിൽ അന്ന് വിട്ട പോസ്റ്ററിലും നോക്കിയാൽ അറിയാം, ഞാൻ ഈ പറയുന്ന തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇൻ അസോസിയേഷനിലാണ് ആ പോസ്റ്റേഴ്സ്. അവിടെ 2 പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അന്ന് ആ വേദിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, പറഞ്ഞ ബഡ്ജറ്റിൽ തീരുമെന്ന് പോലും അറിയില്ല, 90 ദിവസത്തിനടുത്ത് ഷൂട്ട് വരുന്നൊരു സിനിമ, ഏകദേശം 15 കോടിക്ക് 20 കോടിക്ക് അകത്ത് ആവാം എന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. ഈ സിനിമയുടെ ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടിക്കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിനെ കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിനെങ്കിൽ അദ്ദേഹത്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റിലുള്ള സിനിമ എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ പാറ്റ കഴിയുന്നു. ഈ 2 കോടി രൂപ പ്ലസ് 1 50, 3,000 രൂപയിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പാറ്റ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൈസ തീർന്നു, ഇനി നമുക്ക് അടുത്ത പൈസ റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അപ്പോഴും ചോദിച്ചു, ചേട്ടന്റെ ഒരു ബിസിനസ് ഡീൽ വരാനില്ലേ, അത് ലേറ്റ് ആവും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് 2 കോടിയും കൂടെ വേണമെന്ന് പറയുന്നു. അവർ ഓഫർ ചെയ്ത 6 കോടിയിൽ വീണ്ടും 2 കോടി ചോദിക്കുന്നു, 4 കോടി തരുന്നു. 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവരോട് നിന്ന് 2 കോടി വാങ്ങിച്ചിട്ട് 6 കോടി രൂപ GST കട്ടിയുള്ള 6 കോടി രൂപ അവർ കൊടുക്കുകയാണ്. അന്നേരം അവർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദെൻ വൈ ദർ ഈസ് എൻ അതർ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ, ബാക്കി വേണ്ടി ഞങ്ങൾ ചെയ്താൽ പോലെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനി ഈ പടത്തിൽ കോ പ്രൊഡക്ഷനായിട്ട് ഞങ്ങളില്ല, ഞങ്ങളിത് ഫിനാൻസ് ചെയ്യാം, ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയും മുരളിച്ചേട്ടൻ ഓക്കെ പറയുകയും ചെയ്തു. കുഴപ്പമില്ല, ഞാൻ മാത്രം മതി പ്രൊഡ്യൂസർ, ബാക്കി പൈസ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനീനെ ഫിനാൻസ് ആക്കി മാറ്റുകയും പിന്നീട് വന്ന പോസ്റ്റേഴ്സിൽ അവരുടെ പേരുമില്ല, സൈഡിൽ എംബ്ലം മാത്രം വെക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ഈ പടം തീരുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നത്, ഏകദേശം എൻ്റെ ഒരു കണക്ക് കറക്റ്റ് ആണെങ്കിൽ 3.5-4 കോടിയോളം അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പല സമയത്താണ് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പടം തീർന്നു. ഈ പടം തീർന്നു കഴിയുമ്പോൾ സിനിമ അറിയുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, ഇതിൽ അഭിനയിച്ച പല നടന്മാരും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞത്. ഞാൻ എഴുതി വെച്ചതെല്ലാം ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഈ സിനിമയ്ക്ക് ഡബിങ് നടക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തതാ, ഈ സിനിമ തീർത്ത് കൊടുത്താൽ മാത്രമേ കച്ചവടമാകത്തുള്ളൂ, ഒന്ന് സഹായിക്കും, ബഡ്ജറ്റ് നമുക്ക് വിചാരിച്ചേക്കാളും കുറച്ചുകൂടെ മാറിയിട്ടുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും പേഴ്സണലി വിളിച്ച് ഞാനും വിഷ്ണു സംസാരിച്ചാണ് ഡബ് ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അവന് കാശ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ ക്യാമറാമാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെയൊക്കെ കോപ്പി ഇതിലുണ്ട്, ഞങ്ങളിത് കാണിക്കാം. ഇതിൽ വർക്ക് ചെയ്ത പല ആളുടെ കേസ് കൊടുക്കുമ്പോഴും വിളിച്ച് സംസാരിച്ച്, എടാ അങ്ങനെയല്ല, പുള്ളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ സിനിമ തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിലും ഇതിന്റെ മേക്കിങ്ങിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് പടം കണ്ട എല്ലാവരും, ഞങ്ങളുടെ ടീമായാലും പുറത്തുള്ളവരായാലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ റിലീസ് അടുപ്പിക്കുമ്പോൾ ഈ ചെന്നൈയിലുള്ള ടീമിന്, ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനെ സെറ്റിൽ ചെയ്യാതെ ഈ പടം ഇറക്കാൻ പറ്റില്ല. ഏകദേശം 6 കോടി പലിശ അടക്കം 6.85 കോടി രൂപ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ ഇറങ്ങുമെന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ മനസ്സിലായൊരു മൊമെന്റിലാണ് ഞാൻ ആ സമയം അടുത്ത സിനിമ ഗോകുലമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ഗോകുലമായിട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. ഗോകുലമായിട്ട് ഞാൻ സംസാരിക്കുകയും ഗോപാലൻ സാറിനെയും മൂർത്തി ചേട്ടനെയും മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മളിത് സഹായിക്കണം, ഈ സിനിമ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ സാറും മൂർത്തി സാറും ഈ സിനിമ വന്ന് കാണുകയും
അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ ചെന്നൈ കമ്പനിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഗോകുലം സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമ ഇറക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്. ഫൈനൽ ഔട്ട് അടിക്കണം, ബാക്കിയുള്ള സെറ്റിൽമെന്റ് ചെയ്യണം, സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം. ഇതെല്ലാം ഗോകുലത്തിന്റെ സൈഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പൈസ എല്ലാം പോയിരിക്കുന്നത് അക്കൗണ്ട് ത്രൂ മുരളിച്ചേട്ടന്റെ വഴിയാണ്. അതായത് ഗോകുലം കൊടുത്ത പൈസയും ഡ്രീം പിക്കിന്ന് ഡിസ്ട്രിബ്യൂഷന്റെ കൊടുത്ത പൈസയും തിങ് സ്റ്റുഡിയോസിന്റെ പൈസയും ഒക്കെ പോയത് മുരളിച്ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എല്ലാ പൈസയും പോയത്. അദ്ദേഹം മീഡിയയോട് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ കാശല്ല, അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിച്ചവർ കൊടുത്ത പൈസ പുള്ളി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതെല്ലാം അദ്ദേഹം ഇന്നലെ ഒരു പേപ്പർ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ കാണിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം. അതിൽ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, കളക്ഷൻ അല്ല പറയുന്നത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടി രൂപയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തത് കുറച്ച് പോയിന്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആളുടെയൊക്കെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി 22 കോടി എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് ഇതൊരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ അസോസിയേഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ മീഡിയ ഉണ്ട്, ജനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എന്റെ അക്കൗണ്ട് ബാലൻസും വിഷ്ണുവിന്റെ അക്കൗണ്ട് ബാലൻസും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസും വേണം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. ഇപ്പൊ അയാളല്ല പടത്തിന്റെ പ്രൊഡ്യൂസർ. നദികളി സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത് വേറെ 2 ആൾക്കാരാണ്. ഒന്ന് ഇദ്ദേഹത്തിന്റെ വൈഫും ഒന്ന് മറ്റൊരു അമേരിക്കൻ സിറ്റിസനായ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഇവര് 2 പേരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതിനുശേഷം നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടെന്ന് അതൊന്നും ഇപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ള സാഹചര്യമല്ല. ഇതിന്റെ ഇടയിൽ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. അങ്ങനെ ഈ പടം തിയേറ്ററിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ പടം HROTT 1,90,00,000 രൂപക്ക് വിറ്റ് പോകുന്നു. ഈ പടം ആലോചിക്കണം, ആ സമയത്ത് ആ 2023 എത്ര പടമാണ് ബിസിനസ് ചെയ്തപ്പെട്ടിട്ടുള്ളത്. തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഈ പടം 1,90,00,000 രൂപക്ക് വിറ്റ് പോകുന്നു. ഞാൻ അന്ന് കൊടുക്കുന്ന ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റാണ്. എനിക്ക് എന്റെ അറിവിൽ ആ പടത്തിന് മാക്സിമം ഒരു 370 പോകാൻ ചാൻസ് ഇല്ല. ഇതുവരെ അതിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. അതിനുശേഷം ഈ പടത്തിന് 1,90 കിട്ടുന്നു. മ്യൂസിക് റൈറ്റ്സ് ഒരു 15 രൂപ പോകുന്നു. 2,05,00,000 രൂപ റിലീസിന് മുന്നേ തന്നെ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം 35 ഡേയ്സ് 35 ദിവസം ഈ പടം തിയേറ്ററിൽ കളിക്കുന്നു. ഇത് അദ്ദേഹം തന്നെ 4 ആഴ്ച അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാണ്. അതിനുശേഷം ഈ പടം 35 ദിവസം തിയേറ്ററിൽ ഓടിച്ച് കളിച്ചൊരു പടമാണ്. അപ്പൊ ഇത് തിയേറ്ററിൽ നിന്ന് എത്ര കളക്ഷൻ ഇത് വന്നു, ഇതിന്റെ ടോട്ടൽ കണക്കൊന്നും ഈ സമയം വരെ ഇത് കിട്ടിയില്ല എന്നാണ് എനിക്ക് ഇന്നലെ വരെ വിളിക്കുമ്പോൾ ഇതിന്റെ പാർട്ണർ പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചു. ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചു തന്നത് ഇല്ല, ഇതുവരെ കിട്ടിയില്ല. എന്തോ ഒരു കണക്ക് എഴുതി കൊണ്ടുവന്നു, പക്ഷെ പുള്ളി അത് എടുത്തില്ല. പുള്ളി പറഞ്ഞു ബിൽ ടു ബിൽ. ഒരു പടത്തിന് നമ്മളല്ലേ കണക്ക് കാണിക്കുമ്പോൾ ബിൽ ടു ബില്ലിൽ എനിക്ക് കണക്ക് കണ്ടാൽ മാത്രമേ ഞാൻ ബോധ്യപ്പെടുള്ളൂ. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ബില്ല് ഇത് ഓക്കെ അല്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ എന്തായാലും വിളിക്കുമ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ പുള്ളി അതിനുശേഷം ഈ സാറ്റലൈറ്റ് ഇവിടുത്തെ ഏഷ്യാനെറ്റ് പോലെയുള്ള ടീംസായിട്ട് സംസാരിക്കുമ്പോൾ അവർ എമൗണ്ട് പറഞ്ഞു. ഏകദേശം 75 ലക്ഷം രൂപ അവർ പറഞ്ഞു. ഈ സാറ്റലൈറ്റ് ഇത് കൊടുത്തില്ല. അതിനുശേഷം 1 വർഷത്തിന് ശേഷം കൈരളിയിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു ഓഫർ വന്നു 50 ലക്ഷത്തിന്. എന്നിട്ട് ഈ പടം കൊടുത്തില്ല. എന്തുകൊണ്ട് ഈ പടത്തിന്റെ സാറ്റലൈറ്റ് കൊടുത്തില്ല? നഷ്ടക്കണക്കുകൾ മാത്രമാണ്. എനിക്ക് 2 കോടി രൂപ നഷ്ടം വന്നു ആദ്യം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് എനിക്ക് 1 കോടി രൂപ നഷ്ടം വന്നത് പിന്നീട് പറയുന്നു. എന്തുകൊണ്ട് ഇതിന്റെ സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല? വ്യക്തമായി എന്തുകൊണ്ട് ഇതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ പാർട്ണർക്ക് വ്യക്തമായിട്ട് കണക്ക് അവതരിപ്പിക്കുന്നില്ല? ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഇതിന്റെ കണക്ക് ഈ സമയം വരെ തന്നില്ല. എന്തുകൊണ്ട് തരുന്നില്ല? കൃത്യമായിട്ട് ഇതിന്റെ ഒരു പുറകെ ഒരു അന്വേഷണം വേണം. കാരണം വെച്ചെങ്കിൽ ഒരു പടം ഓൺ ചെയ്യുന്നു, ആ പടത്തിന്റെ പേരും വന്ന് പലയിടത്തും ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് ഈ പടം വിജയകരമല്ല എന്ന രീതിക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അയാള് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു, ഈ പടം നദികൾ സുന്ദരി വിചാരിച്ച പോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം തന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ഈ പടം ഈ രീതിക്ക് ബിസിനസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വേണം. കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പടം ഓൺ ചെയ്യുന്നു, അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ ഇത് ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് പടം പൊട്ടിക്കുന്നു. സ്വന്തം തന്നെ പടം പൊട്ടിക്കുന്നു. അല്ലാതെ നമ്മൾ എന്താ പറയാ? എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പണി അറിയില്ല, അവർക്ക് ഡയറക്ഷൻ അറിയില്ല. ഡയറക്ഷൻ അറിയാത്ത എന്റെ പടമാണ്. ആ പടം 35 ദിവസം തിയേറ്ററിൽ കളിക്കും. ഈ പറഞ്ഞ റിലീസിന് മുന്നേ തന്നെ അത് ഇത്രയും രൂപയ്ക്ക് ബിസിനസ്സായി മാറുന്നു. എനിക്ക് ഡയറക്ഷൻ അറിയാത്തോണ്ടാവും. ഞാനിപ്പോ അവസാനം ചെയ്ത പടം പ്രകമ്പനം, അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കാം. ഞാൻ ആ പടം, അതായത് നദികൾ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടം ഞാൻ 45 ഡേയ്സ് ആണ് ഒരു ഷൂട്ടിംഗ് ഒരു പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് 42 ഡേയ്സിനുള്ളിൽ തീർത്തു കൊടുത്തു. 3 ദിവസം സേവ് ചെയ്ത് കൊടുത്തു.
പ്രകമ്പനം അതേപോലെ തന്നെ ഞാൻ 52 ദിവസം ചാർട്ട് ചെയ്തു, 42 ദിവസം അത് നമ്മൾ ചെയ്ത് ലാഭാക്കി കൊടുത്തൊരു പടമാണ്. അപ്പം ഇത് പുള്ളി ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നിപ്പോ എല്ലാം വ്യക്തമായിട്ട് പറയണമല്ലോ. അദ്ദേഹത്തിന്റെ ആദ്യ പടത്തിന്റെ ഡയറക്ടർ പണി അറിയില്ല, പുള്ളിക്കാരൻ ചെയറിൽ ഇരുന്ന് ആക്ഷനും കണ്ടും മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു തരണം എന്നോട് പറഞ്ഞ വ്യക്തിയാണ്. അതിനുശേഷം ആണ് ആ പടം ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാനും അദ്ദേഹം തമ്മിൽ ഈ സാറ്റലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ക് പടം നഷ്ടം എന്നുള്ള പുള്ളി ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഭാഗമായിട്ട് പുള്ളി ഞാനായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. പുള്ളി ഞാനായിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2024 പുള്ളിയുടെ സുമതി വളവ് എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ പുള്ളി ഒരു രാത്രി 2:30 മണിക്ക് വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജേഷ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രാത്രിയിലോ? ഞാൻ നിന്റെ നാട്ടിൽ പാണത്തൂരേക്ക് വരുന്നുണ്ട്. ഓക്കെ വരും. ഇയാൾ പാണത്തൂര്, എനിക്ക് പേടിയാണ്, കാരണം വെച്ചെങ്കിൽ ഇയാളുടെ കൂടെ എപ്പോഴും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് അവിടെ ഒരു സലൂൺ ഉണ്ട്. അപ്പൊ ഞാൻ സലൂണിലെ എന്റെ കുറച്ച് പണിക്കാത്ത, അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ടൊന്ന് പിടിച്ചു മാറ്റേണ്ടി വരും എന്ന രീതിക്ക് അവരെ ഞാൻ വിളിക്കുന്നു. അവരും ഈ പറയുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു ഫോർച്യൂണർ വന്ന് പാണത്തൂർ എന്റെ നാട്ടുമ്പുറത്തിന്റെ ടൗണിൽ വന്ന് നിൽക്കുന്നു. കുറെ ആൾക്കാർ ഇറങ്ങുന്നു. ഇയാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക, അപ്പൊ അത് കുറച്ച് സംസാരിക്കണം. അപ്പൊ ഇയാളുടെ ബോഡിയിലെ കുറച്ച് ആൾക്കാർ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വന്ന് നേരെ എന്റെ സലൂൺ ഞാൻ തുറന്നു കൊടുക്കുന്നു. അതിനകത്ത് ഇരുന്നിട്ട് അയാളുടെ സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്നു. ഇയാൾ എന്നോട് വന്ന് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ എന്നോട് പറയുന്നു. എനിക്കത് നിന്നെ ഒന്ന് നേരിട്ട് നമുക്ക് നിന്നെ കാണണം എന്ന് പറയുന്നു. ഓക്കെ, നമുക്കത് സംസാരിക്കാം, എന്താ വെച്ചാൽ സംസാരിക്കാന്ന് പറയുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം എന്റെ വീട്ടിലോട്ട് വരുന്നു. അയാൾ തന്നെ FB-ലിട്ട പോസ്റ്റാണിത്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് വരുന്നത്. ഈ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2024 ജൂലൈ 20-നാണ് വരുന്നത്. പറഞ്ഞു പറ്റിച്ച് സിനിമ ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക്, അതായത് 75 കിലോമീറ്റർ ദൂരത്തേക്ക് വണ്ടി സ്വന്തം ഓടിച്ച് എത്തേണ്ട കാര്യം എന്താ ഇയാൾക്കുള്ളത്? ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചു സിനിമ ചെയ്തു എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2023-ലാണ് ഞാൻ ആ പടം ചെയ്തത്. 24 എന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നു, എന്നോട് പറയുന്നു കഴിഞ്ഞതെല്ലാം മറക്കണം, എന്റെ പടം സുമതി വളവിന്റെ പൂജ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് നടക്കുന്നു, നീ എന്തായാലും കുടുംബസമേതം ആ പരിപാടിക്ക് വരണം, വന്നില്ലെങ്കിൽ എനിക്ക് എന്നോട് ചൊടിയുണ്ട് എന്നാണ് എന്റെ ധാരണ, അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ള രീതിക്ക് ഞാൻ വീണ്ടും ഇയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വേണ്ട, കാരണം ഇയാളുടെ സ്വഭാവങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എന്റെ സെറ്റിലും പല സ്ഥലത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്, മോശം അനുഭവങ്ങൾ. അതൊക്കെ ഇപ്പൊ തുറന്ന് പറയാൻ പറ്റുന്ന വേദിയായിട്ട് എനിക്കിത് കാണുന്നില്ല, കാരണം വെച്ചെങ്കിൽ അത് പറയാൻ നിന്ന് ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ പൂജക്ക് പോയി. അതിനുശേഷം ഞാൻ എന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. ആ പടത്തിന്റെ എല്ലാ കുറെ പോസ്റ്റുകൾ പുള്ളി ഡിയർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിയർ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നു. പടത്തിന്റെ ട്രailer ഇറങ്ങിയതിന് ശേഷം എന്നോട് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നമുക്കൊരു പടം ചെയ്യണം, പിന്നെ നമുക്കൊന്ന് ഉഷാറാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇത് കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു. അതിനുശേഷം പടം ഇറങ്ങിയതിന് ശേഷം പുള്ളിയുടെ ഒരു വിവരമില്ല. അപ്പൊ ഞാൻ വിളിക്കാൻ നിന്നില്ല. എനിക്ക് എന്തായാലും ഞാൻ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യില്ല. മാനസികമായിട്ട് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പടം ചെയ്യില്ല ഞാൻ അന്ന് പറഞ്ഞു. എന്നാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നില എന്നോട് പറയുമ്പോൾ ഓക്കെ മുരുകേട്ടാ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അയാളോട് നന്ദി സൂചകമായിട്ട് പോലും ഞാൻ ഈ പടത്തിനകത്ത് ടൈറ്റിൽ കാർഡിൽ നന്ദി മുരളി കുന്നമ്പുറത്ത് എന്നൊരു പേര് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആദ്യ സിനിമ തന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അയാളോട് നന്ദി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു പറ്റിച്ചു, കള്ളം പറഞ്ഞു, 2 കോടി രൂപ നഷ്ടം കാണിക്കട്ടെ, കണക്ക് തീർച്ചയായിട്ടും കാണിക്കണം. അപ്പം ആ കണക്ക് വരട്ടെ. അല്ലാണ്ട് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ടോ വിശ്വസിക്കുക കണക്ക് ഇങ്ങനെ 2 കോടി നഷ്ടം വന്നുള്ളത് കണക്ക് ഇതുവരെ അവതരിപ്പിച്ചില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വരണം. ഒരു പടം ഓൺ ചെയ്യുന്നു, പലയിടത്തും ഫണ്ട് വാങ്ങുന്നു, അയാൾ തന്നെ പണം ഇത് ബിസിനസ് ചെയ്യുന്നില്ല, OTT ബിസിനസ്, സാറ്റലൈറ്റ് ബിസിനസ് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല, പണം പൊട്ടിയെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം. അപ്പൊ എന്ത് വിലകൊടുത്താണെന്നും ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നത്തിന് മുമ്പ് എനിക്ക് മാളിപ്പുറം എൻ്റെ തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമാറ്റം. അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ഉണ്ണിമുഖൻ. പക്ഷെ ഉണ്ണിമുഖൻ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് സ്കില്ലായിട്ടുള്ള ചില സീൻസ് ഒക്കെ നമുക്ക് 2 ദിവസം ചാർട്ട് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് ഒരു ടീം അഭിലാഷ് ചേട്ടൻ അതിൻ്റെ ഒരു കോമഡി ആയിട്ട് വരുന്നു.
അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൽ കുറച്ചുകൂടി തന്നെ, കാരണം അന്നൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരെയുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീപ്പായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ണിയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ ആയിരിക്കുന്നത്. എനിക്കത് ഞാനതൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളതിനായിട്ട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതവന് ഭയങ്കരമായിട്ട് അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ കട്ടൻഡറായിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിനൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി, അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിന്റെ സമയത്ത്, ഷൂട്ടിന്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ കണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം ഉണ്ണിയുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർട്ടിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാറിയപ്പുറമാണെന്ന് എന്നും കുറച്ച് വിശ്വസിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയുക, ഇതെല്ലാം സംസാരിച്ച് തീർന്നതല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായത്. പക്ഷെ അത് എന്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ചേട്ടൻ പറഞ്ഞ ഇപ്പോ ഞാനത് എന്താ പറയുക, പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ ഇതിനും പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് നിനക്ക് അറിഞ്ഞതെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നില്ലേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഉണ്ണി മുഹമ്മദിന് താങ്കളുടെ പ്രതികാരമുണ്ടോ, അത് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ തീർത്ത് പറഞ്ഞില്ല. ഉണ്ണി അഭിലാഷ് പലതവണ ഉണ്ണി മുഹമ്മദിന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞു. ക്ലാരിറ്റി, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻസ് പിന്നിൽ PR-ന് പിന്നിൽ ഉണ്ണി മുഹമ്മദൻ ഉണ്ട് എന്ന്, നിങ്ങൾ ഉണ്ണി മുഹമ്മദൻ എന്ന എലമെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് ഉറപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിൽ അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. പുള്ളികുന്നമ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പോയ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഉത്തരം. എന്നാലും ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളതും ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, അവിടുത്തെ ഹെഡിങ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിക്കണ്ട. ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് പേര് വിഷ്ണുവിനോട് പറയുന്നത്, ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഇവിടെ നടന്ന എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന് മാനേജ് തമ്മിലുള്ള പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. മനസ്സിൽ ഒരിക്കലും ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആഗ്രഹിച്ചിരുന്ന ആള് ഉണ്ണിയെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ ഉണ്ണിയപ്പനോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞത്, സീരിയസ് എടുത്ത് കളഞ്ഞത്. കാരണം അങ്ങനെ വെച്ച് അധികം പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2 ദിവസം നടന്ന അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസാക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന്റെ നേരിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ കൃത്യമായ മാസ്റ്റർ ബ്രെയിൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരെങ്കിലും പുറത്തു വരും. ഞാൻ ചോദിക്കുന്ന ഉണ്ണിമൂന്ന് എന്നൊരു സ്റ്റാറുള്ള ആള് പണം ചെയ്ത ആള് ഞാൻ ഉണ്ണിയുടെ പണം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന PR-ല് ഉണ്ണിമൂന്നിലാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ ചെറിയ ഗ്രൂപ്പുകളിൽ, അദ്ദേഹം ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല.